അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ചട്നി ഉണ്ടാക്കാം കേട്ടോ. ഒരു ചമ്മന്തി എന്നൊക്കെ പറയാം. നമ്മുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ വൈറലായ ഒരു ചമ്മന്തിയാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചു. പക്ഷെ ഞാനിത് ഉണ്ടാക്കി നോക്കുന്നത് വരെ ഇത് ഇത്ര ടേസ്റ്റി ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. കഴിച്ച് നോക്കിയപ്പോൾ ഒരു അടിപൊളി ടേസ്റ്റ് ആണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന തക്കാളി ചട്നി പോലെയല്ല, ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആണ് കേട്ടോ ഇതിനുള്ളത്. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ ഞാനിതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഇതാ ഞാൻ 3 തക്കാളി എടുത്തിട്ടുണ്ട്. ഇതേപോലെ നടുവ് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ അങ്ങോട്ട് നിരത്തി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഇതാ കുറച്ച് വെളുത്തുള്ളി, പിന്നെ കുറച്ച് ചെറുള്ളി, ഇതൊരു 6 എടുത്തിട്ടുള്ളൂ കേട്ടോ. അതും ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 5-8 മിനിറ്റ് നമ്മൾ നല്ലോണം ഒരു മീഡിയം ഫ്ലെയിം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ തക്കാളിയൊക്കെ ഒന്ന് ചുട്ട പോലെ ആ ഒരു സൈഡൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കരിഞ്ഞ് കിട്ടുന്ന പോലെ ആക്കി എടുക്കണം കേട്ടോ. ആ ഒരു ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു ചട്നിക്ക് ഉണ്ടാവുക. ശരിക്കും നമ്മളിങ്ങനെ കനലിൽ ചുട്ടൊക്കെ ഉണ്ടാക്കുന്ന ചമ്മന്തി ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ് ഇടയ്ക്ക് എവിടേക്കോ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതാ ഇതിന്റെ കൂടെ എരിവിന് വേണ്ടിയിട്ട് നമുക്ക് വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ വേറെ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വറ്റൽമുളക് നല്ല എരിവുള്ളതാണ് ചേർത്ത് കൊടുക്കാൻ. അപ്പൊ എരിവ് എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇത് ഇതേപോലെ ഒന്ന് കളറൊക്കെ ഒന്ന് മാറി ഒരു എന്താ പറയാ ഒന്ന് ചുട്ട പോലെയൊക്കെ ആവും കേട്ടോ. അപ്പൊ ഇതാ ഇതേപോലെ ഒന്ന് തിരിച്ചും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു തൊലി ഇങ്ങോട്ട് മാറ്റിയെടുക്കാം കേട്ടോ, ഇതിന്റെ തക്കാളിന്റെ പുറത്തുള്ളത്. അപ്പൊ പക്ഷെ ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, ഞാൻ അങ്ങനെ അരച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇതേപോലെ തിരിച്ചിട്ടിട്ടും ഒന്നും കൂടി ഇങ്ങോട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 3-4 മിനിറ്റിന്റെ നല്ലോണം ഒന്ന് എണ്ണയിൽ കടന്നിട്ട് നല്ല ഇങ്ങനെ ഒരു വറുത്ത പോലെ തക്കാളിന്റെ തൊലിയൊക്കെ ഒന്ന് കുറച്ച് കരിഞ്ഞ പോലെ വരണം കേട്ടോ. അപ്പൊ അത്രയും ഒന്ന് ആയിക്കഴിഞ്ഞാൽ നമുക്കിത് പാൻ ഓഫ് ചെയ്യാം. എന്നിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് ചൂടാറിയ ശേഷം മിക്സിന്റെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ശരിക്കും ഈ ഒരു ചട്നി ആ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് ഇടികല്ലിൽ ഇട്ടിട്ട് ഇങ്ങനെ ഇടിച്ചെടുക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഇവിടെ ഇടികല്ലിലായിട്ട് ഞാൻ മിക്സിന്റെ ജാറിൽ ഇട്ടതാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ അരയ്ക്കുന്ന സമയത്താണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതാ നമ്മുടെ ചമ്മന്തി നല്ല റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു തവണ എന്തായാലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ ഇതാ ഞാൻ ഗോതമ്പ് ദോശന്റെ കൂടെയാണ് കേട്ടോ ഈ ഒരു ചട്നി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റി ആയിരുന്നു. ഒരുപാട് എരിവൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ മക്കൾക്കും നല്ല ഇഷ്ടമാവും കേട്ടോ. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്തായാലും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ നെക്സ്റ്റ് നല്ല അടിപൊളി വീഡിയോസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ലാ. താങ്ക്സ് ഫോർ വാച്ചിങ്.